ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സ് ആയിട്ടൊന്നുമല്ല വന്നേക്കുന്നത്. അതിന് പകരം എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണിയും ഡെലിവറി സ്റ്റോറിയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്താ ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്കായിട്ട് വരാൻ കാരണം എന്ന് വിചാരിച്ചാൽ, എനിക്കിത് ഈ ഒരു സ്റ്റോറിയുടെ കുറച്ച് ഭാഗങ്ങളിൽ എനിക്ക് നിങ്ങളുമായിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെയധികം സ്പെഷ്യൽ ആണ് അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ടോപ്പിക്ക് പറയാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഡിസ്കസ് ചെയ്തപ്പോൾ കുറെ അധികം പോയിന്റുകൾ ഞാൻ മറന്നു പോയിട്ടുണ്ട്. അതൊക്കെ ഹസ്ബൻഡ് ഇങ്ങനെ ഓർമ്മിപ്പിച്ച് തന്നപ്പോൾ അത് കേൾക്കാനും ഒരു രസം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും നല്ല സ്പെഷ്യൽ മൊമെന്റ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഭാവിയിൽ നമുക്കത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് അധികം വൈകിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ എന്റെ പ്രഗ്നൻസി ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ കല്യാണം തൊട്ട് പറഞ്ഞു തുടങ്ങണം. 2017 ഓഗസ്റ്റ് 27 ആണ് എന്റെ മാരേജ് കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് ദ വെരി ഫസ്റ്റ് ഡേ തന്നെ ഹസ്ബൻഡ് എന്നോട് ഷെയർ ചെയ്തൊരു കാര്യമാണ്, നമുക്ക് കുട്ടികൾ ഒരു 3 to 4 ഇയേഴ്സ് ഗ്യാപ്പ് കഴിഞ്ഞ് മതി എന്നുള്ളത്. കേട്ടപ്പോൾ ശരിക്കും എനിക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം കുട്ടികളെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കല്യാണം കഴിഞ്ഞ ഉടനെ പ്രഗ്നന്റ് ആവണമെന്നൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. പിന്നെ പുള്ളി പറഞ്ഞൊരു പോയിന്റ് ശരിയാണെന്ന് എനിക്ക് തോന്നി. കാരണം ഒരു 2 മാസത്തെ ലീവ് കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ച് ഗൾഫിലോട്ട് പോകും. ഞാൻ നാട്ടിലാണ്. അപ്പൊ പിന്നെ നമുക്കൊന്ന് ഒരുമിച്ച് നിന്ന് നമ്മുടെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് കുട്ടികളാവുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിച്ചപ്പോൾ ശരിയാണ്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും പ്രഗ്നന്റ് ആവുമ്പോൾ നമ്മൾ കുറച്ച് പ്ലാൻഡ് ആയിരിക്കണം. അമ്മയായാലും അച്ഛനായാലും ഫിസിക്കലി ആൻഡ് മെന്റലി നമ്മൾ എന്തായിരിക്കണം, റെഡി ആയിരിക്കണം. എന്നിട്ട് വേണം നമ്മളൊരു പ്രഗ്നൻസിയെ കുറിച്ച് പ്ലാൻ ചെയ്യാനായിട്ട്. ഞാൻ എൻ്റെ വീഡിയോസിൽ താഴെ വന്ന കമന്റുകളിൽ കണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. പ്രഗ്നന്റ് ആണല്ലോ എന്ന് പറഞ്ഞ് കൺസേൺഡ് ആവുന്ന കുട്ടികൾ, അല്ലെങ്കിൽ എനിക്ക് പ്രായം കുറവാണ്, ഞാൻ ഇങ്ങനെ പ്രഗ്നന്റ് ആകാൻ വേണ്ടി പ്ലാൻഡ് അല്ല, പക്ഷെ ഞാനിപ്പം പീരീഡ്സ് മിസ് ആയതുകൊണ്ട് പ്രഗ്നന്റ് ആണോ എന്ന് ഡൗട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വറി ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരുപാട് കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്ന്. അത് മെഡിക്കലി ആണെങ്കിലും നമുക്കല്ലാതെ നാച്ചുറൽ മെത്തേഡ്സ് ആണെങ്കിലും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അവയർനെസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫാമിലി കൗൺസിലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എപ്പോഴാണോ, അത് ഒരാളല്ല, അച്ഛനും അമ്മയും എപ്പോഴാണോ തയ്യാറാകുന്നത് ആ സമയം മാത്രം ഒരു പ്രഗ്നൻസിയെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രഗ്നൻസിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യം, നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യല്ലേ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കപ്പിൾ ലൈഫ് പോലെ ആയിരിക്കില്ല നമ്മളൊരു പേരൻഹുഡിലോട്ട് കടക്കുമ്പോൾ. അപ്പൊ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മളത് മെന്റലി നമ്മളത് പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് വേണം നമ്മൾ ഒരു പ്രഗ്നൻസിയിലോട്ട് കടക്കാനായിട്ട്. അങ്ങനെ ഞാനും അത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഒരു 3 to 4 ഇയേഴ്സ് ഗ്യാപ്പ്, അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരുമിച്ച് ഒരു വർഷമെങ്കിലും നിന്നിട്ട് കൺസീവ് ചെയ്യാം എന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തി. അങ്ങനെ ഒരു 2 മാസത്തേക്ക് ലീവ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് തിരിച്ച് ഗൾഫിലോട്ട് പോയി. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടുകാരൊക്കെ ചോദിക്കുന്നത് പോലെ എല്ലാവരും ചോദിച്ചു തുടങ്ങി, വിശേഷമൊന്നും ഇല്ലേ, 2 മാസമൊക്കെ കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞിട്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ വരുന്നുണ്ട്. പേരൻസിനോട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരു 2 ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ കാര്യമാണ്. അതിനകത്ത് കയറി നമ്മൾ കൈ കടത്തേണ്ട ആവശ്യമില്ല. പിന്നെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇഷ്ടം കൊണ്ടല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്, അവര് ഗർഭിണിയാണ് എന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല അതുകൊണ്ടല്ലേ ചോദിക്കുന്നതെന്ന്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ഒരു ഇഷ്ടം അവരോടുള്ളത് പോലെ അവർക്കും നമ്മളോടൊരു ഇഷ്ടം ഉണ്ടാവും അല്ലേ? അങ്ങനെ ഒരു ഇഷ്ടം അവർക്കുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ഹാപ്പി മൊമെന്റ് ഓഫ് കോഴ്സ് അവർ നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ ഷെയർ ചെയ്യാനുള്ളൊരു അവസരം അവർക്ക് കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ പുറകെ നടന്ന് വിശേഷം ഇല്ലേ എന്ന് കുത്തി കുത്തി ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഫാമിലി പ്ലാനിങ് ആയിട്ട് കൺസീവ് ആകാത്തവർക്ക് അത് അത്ര ഫീൽ ചെയ്യില്ല. അവർ ജസ്റ്റ് ഇല്ല ഇപ്പൊ ഉടനെ ഇല്ല എന്ന് പറഞ്ഞു വിടും. അങ്ങനെയല്ല, കൺസീവ് ആവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തില്. പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ കൺസീവ് ആകൂ, ഇത്ര വർഷമായി കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വക ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എത്രമാത്രം ഫീൽ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ ഒരു പെയിനിലൂടെ കടന്നു പോകണം. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. അവർക്ക് എപ്പോഴാണോ ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടുന്നത് അത് നമ്മളുമായി ഷെയർ ചെയ്യാൻ അവർ കംഫർട്ടബിൾ ആണെങ്കിൽ അവർ നമ്മളുമായി ഷെയർ ചെയ്യും. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ എൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ഞാൻ ഇപ്പോൾ ഇല്ല, എനിക്ക് പീരീഡ്സ് ആയി, ഞാൻ പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഹസ്ബൻഡ് അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായി തുടങ്ങി. കാര്യം ഹസ്ബൻഡ് ഇങ്ങ് പോരുകയും ചെയ്തു, നമ്മൾ വീട്ടിൽ തനിച്ചായല്ലോ. അങ്ങനെ ഹസ്ബൻഡ് അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട്
അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഇത് വന്നപ്പോൾ ഹസ്ബൻഡ് എനിക്ക് ഷെയർ ചെയ്ത് തന്നു. അങ്ങനെ ആഡിൽ ഞാൻ അപ്ലൈ ചെയ്തു. ഇന്റർവ്യൂ ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്തായാലും ഇന്റർവ്യൂ പാസ്സായി. പാസ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പിയായി. എത്രയും പെട്ടെന്ന് ഇനി ഹസ്ബൻഡിന്റെ അടുത്തോട്ട് പോകാലോ എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി വരുന്നത്. അപ്പൊ അത് അത്യാവശ്യം നല്ല രീതിയിൽ ആഘോഷിക്കണം, ഹസ്ബൻഡോടെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഹസ്ബൻഡും ആ സമയത്ത് നാട്ടിൽ ലീവിന് വരുന്നുണ്ട്. അപ്പൊ ഫുള്ളി ഹാപ്പിയാണ്. എന്തായാലും അതൊക്കെ കഴിയുമ്പോഴത്തേന് എനിക്കും പുറകെ പോകാലോ. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഇത് നമുക്ക് എപ്പോഴും സ്പെഷ്യൽ ആണല്ലോ. അങ്ങനെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു. പിറ്റേ ദിവസം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നും ഡ്യൂട്ടിക്ക് പോകുന്ന ടൂ വീലറില്ല. അന്ന് ഹസ്ബൻഡ് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂ വീലറിൽ ഞങ്ങൾ രണ്ടും കൂടെ പോവായിരുന്നു. പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഈ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഒടിവൊന്നും സംഭവിച്ചില്ല, പക്ഷെ ഫുള്ള് ചതഞ്ഞു ഒരുപാട് പരിക്കുകൾ ഉണ്ടായി. കുറെ സ്റ്റിച്ചുകളും ഒക്കെ കിട്ടി. അങ്ങനെ കുറച്ചധികം സ്ട്രഗിൾ ചെയ്തു. അതും ശരിക്കും ഒരു എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഒരു സ്റ്റോറി പോലെ ഞാൻ പഠിച്ച ഒരു ലെസൺ ആണ് ആ ആക്സിഡന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് നമുക്ക് വന്ന് ഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ അതിനെ നമ്മൾ ഓവർകം ചെയ്തു. ഈ ഹസ്ബൻഡ് അടുത്തോട്ട് പോകാന്നുള്ള ഹാപ്പിനെസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു മോശം വന്നത് ഒരു പോസിറ്റീവിലേക്കാണെന്നുള്ള വിശ്വാസത്തിൽ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ പോയി. ഹസ്ബൻഡ് തിരിച്ച് ഗൾഫിലേക്ക് പോയി ലീവ് കഴിഞ്ഞ്. അപ്പൊ എനിക്ക് മെഡിക്കൽ വന്നു. മെഡിക്കലും എനിക്ക് ഒടിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പാസ്സായി. പക്ഷെ സ്റ്റിൽ സ്റ്റിച്ചസ് ഒക്കെ ഉണ്ട്, ചതവുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ബാക്കി എല്ലാ ടെസ്റ്റുകളും ഓക്കെ ആയിരുന്നു. ഒടിവും ചതവും ഒന്നും ഇല്ല. നമ്മുടെ റിപ്പോർട്ട്സ് എല്ലാം ചെക്ക് ചെയ്തു. വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മെഡിക്കലും പാസ്സായി കിട്ടി. അങ്ങനെ പിന്നെ ഹസ്ബൻഡ് അടുത്തോട്ട് വരുന്ന ഫുൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ 2018 നവംബർ ഒക്കെ ആയപ്പോഴത്തേന്, നവംബർ 25 ഞാൻ ഹസ്ബൻഡ് അടുത്ത് ഇവിടെ എത്തി. എന്നിട്ട് കുറച്ച് ദിവസം നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നു നമ്മുടെ പേപ്പർ വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ആവാൻ. ഒരു 1 വീക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡും കൂടെ വീടൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് മാറി. അപ്പോഴാണ് ശരിക്കും അതുവരെ നമ്മൾ പേരൻസിൻ്റെ കൂടെ അല്ലേ താമസിക്കുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും ഒരു കുടുംബിനിയായി. എന്നിരുന്നാലും ഞാൻ ഫുള്ളി ഹസ്ബൻഡ് ഡിപ്പെൻഡന്റ് ആണ്. വീട്ടില് ജസ്റ്റ് കുക്കിങ്ങും കാര്യങ്ങളും നോക്കുക എന്നല്ലാതെ കാര്യമായ കുടുംബപരമായ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാ. ഞാൻ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ് പുള്ളിയിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വന്നുടനെ നമുക്ക് കൺസീവ് ആവാൻ പാടില്ല എന്നുണ്ട്. അപ്പൊ വന്നുടനെ നമ്മൾ ഇപ്പൊ ജസ്റ്റ് വന്നേലേ ഉള്ളൂ. അപ്പോൾ 2 ഇയേഴ്സ് വരെയൊക്കെ പ്രഗ്നൻസി മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ഗ്യാപ്പ് വീണ്ടും എടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ലൈഫ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് അടിച്ചു പൊളിച്ചു പോകുന്നുണ്ട്. ഞങ്ങളുടെ മാത്രം ലോകം, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, ആരും നമ്മളെ റെസ്ട്രിക്ട് ചെയ്യാനോ ഒന്നുമില്ല. അങ്ങനെ ഇങ്ങനെ സ്മൂത്ത് ആയിപ്പോയി. ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലീവായി. ഞങ്ങൾ വീണ്ടും രണ്ടുപേരും കൂടെ നാട്ടിൽ പോയി. നാട്ടിൽ ചെന്നപ്പോൾ വീണ്ടും ഇതേ ക്വസ്റ്റ്യൻസ്. വിശേഷമൊന്നും ഇല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ക്വസ്റ്റ്യൻസ് ആയി. പിന്നെ ഗ്രാൻഡ് പേരൻസിനൊക്കെ ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടിട്ട് മരിക്കണം, അങ്ങനെയൊക്കെ സംസാരമായി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു 2 വർഷത്തേക്ക് എന്തായാലും നമുക്ക് ബോണ്ടില്ല, പക്ഷെ നമുക്ക് കൺസീവ് ആകാൻ പറ്റില്ല, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് 1 വർഷമൊക്കെ ആയപ്പോൾ നമ്മൾ ജസ്റ്റ് കൺസീവ് ആകാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്യാം. നമ്മൾ രണ്ടുപേരും ഓക്കെ ആയി, മെന്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർഡ് ആയി. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങി. ട്രൈ ചെയ്ത് 2-3 മാസം കഴിഞ്ഞിട്ടും നമുക്ക് കൺസീവ് ആകുന്നില്ല. നമ്മൾ ശരിക്കും ഹോർമോൺ പിൽസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല, എന്നിട്ടും കൺസീവ് ആകുന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് എന്നാ ഒന്ന് ഫോളോ അപ്പ് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഫോളോ അപ്പ് ചെയ്തു. ഫോളോ അപ്പ് ചെയ്തപ്പോൾ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, ഹസ്ബൻഡും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് PCOD മുന്നേ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് മാത്രം നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞാൻ PCOD ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ ചെയ്ത് ഒരു ഡയറ്റ് ഒക്കെ ഉണ്ടാക്കി, പ്രോപ്പറായിട്ട് ഡയറ്റ് ഒക്കെ ചെയ്തു. എല്ലാ ദിവസവും എക്സസൈസുകൾ, കുറേ നേരം നടക്കാൻ പോകും, ഒരു 45 മിനിറ്റ്സോളം നടക്കാൻ പോകും. വീട്ടിൽ കുറേ അധികം എക്സസൈസ് ഒക്കെ ചെയ്ത് ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ഒരു ഡിസംബർ ഒക്കെ ആയി. ഡിസംബർ 1 എൻ്റെ പീരീഡ്സ് വന്നു. പീരീഡ്സ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഓവുലേഷൻ കറക്റ്റ് നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യാം, അതാകുമ്പോൾ നമുക്ക് കൺസീവ് ആകാൻ ഈസിയാണ്. നമ്മൾ ഓവുലേഷൻ ടൈം കറക്റ്റ് അറിയണമല്ലോ. അപ്പൊ നമ്മൾ ചിലപ്പോൾ മേ ബി ഡ്യൂട്ടി നൈറ്റ്, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി വരും, ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്കിത് മിസ്സായി പോകുന്നതാണോ ഒന്നും അറിയില്ല. കാരണം എനിക്ക് 30 to 35 ഡേയ്സ് വരെയാണ് പീരീഡ്സിന്റെ ഒരു സൈക്കിൾ വരുന്നത്. അപ്പൊ കറക്റ്റ് ഇന്ന ദിവസം ഒന്ന് ഓവുലേഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ ഓവുലേഷൻ ഒരു കിറ്റ് വാങ്ങാൻ കിട്ടി. PCOD ഉള്ളവരൊക്കെ, കൺസീവ് ആകാൻ ബുദ്ധിമുട്ടുള്ളവര് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഓവുലേഷൻ കിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ UPT കിറ്റ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു സാധനമാണിത്. ഇതിനകത്ത് നമ്മൾ
യൂറിൻ ഒഴിച്ചു നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ നമ്മൾ ഈ UPT കിറ്റിനകത്ത് പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഓവലേഷൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഓവലേഷൻ ആയിട്ടുണ്ടെങ്കിൽ ആ സമയം നമ്മൾ കോൺടാക്റ്റിൽ വരികയാണെങ്കിൽ നമുക്ക് കൺസീവ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഞാനൊരു ഓവലേഷൻ കിറ്റ് ഒക്കെ വാങ്ങി എൻ്റെ ഓവലേഷൻ ഒക്കെ ചെക്ക് ചെയ്തു. ഓവലേഷൻ ഒക്കെ കറക്റ്റ് അറിഞ്ഞ് നമ്മൾ ആ മന്ത് ട്രൈ ചെയ്തു. അപ്പൊ എൻ്റെ മനസ്സിൽ ഈ മാസം എന്തായാലും പ്രഗ്നന്റ് ആവുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഡിസംബർ 26 ഒക്കെ ആയപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന വരുന്നു. വയറുവേദന എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഒരു സൈഡിൽ ഭയങ്കര വേദന. അപ്പൊ എനിക്ക് എന്താ ഇതെന്ന് അറിയാൻ വയ്യ. ഒരു ദിവസം കഴിഞ്ഞു, വെള്ളം കുടിക്കാത്തതിൻ്റെയൊക്കെയാണെന്ന് പറഞ്ഞ് കുറേ അധികം വെള്ളമൊക്കെ കുടിച്ചു നോക്കി, വേദന പോകുന്നില്ല. രണ്ടാമത്തെ ദിവസമായപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, ഹസ്ബൻഡിനെ കൊണ്ട് ഒരു UPT കിറ്റ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ഒരു വീക്ക് ലൈൻ, സെക്കൻഡ് ലൈൻ വന്നിട്ടുണ്ട്. ഭയങ്കര വീക്ക് ലൈൻ ആണ്. ഇവൻ ഹസ്ബൻഡ് പോലും അത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറഞ്ഞു, എന്തിനാ ഡേറ്റ് പോലും ആവുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തത്? ഇനിയിപ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിൽ അത് നോക്കിയിരുന്ന് വിഷമിക്കാനല്ലേ, ഡേറ്റ് ആയിട്ട് ചെക്ക് ചെയ്താൽ മതി, അത് വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഈ കുറച്ച് അറിയാമെങ്കിൽ ടെൻഷൻ കൂടുതലാന്ന് പറയത്തില്ലേ. അപ്പൊ ഈ ഒരു വൺ സൈഡ് പെയിൻ വന്നപ്പോൾ എന്റെ മനസ്സിൽ ഇനി ഇത് എക്ടോപിക് പ്രഗ്നൻസി എങ്ങാനും ആണോ, ഇനി അത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആകുവാണോ എന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സിൽ ഒരു സമാധാനവും ഇല്ല. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോഴത്തേന് ഞാൻ ഡോക്ടറിനോട് സംസാരിച്ചു. അങ്ങനെ ഡോക്ടർ ഒരു BETA-HCG ചെയ്യാൻ പറഞ്ഞു. BETA-HCG ചെയ്തപ്പോൾ ഒരു 78 എങ്ങാണ്ടാണ് നമുക്ക് ആ ഒരു വാല്യൂ കാണിച്ചത്. അപ്പൊ പ്രഗ്നന്റ് ആണ്, പക്ഷെ സ്റ്റിൽ ഏർലി പ്രഗ്നൻസി ആണ്. അങ്ങനെ നമുക്ക് വീണ്ടും ഒരു ടെൻഷൻ, ഇനി ഇത് നമുക്ക് കറക്റ്റ് യൂട്രസിനകത്ത് തന്നെ ആകണ്ടേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ക്ലിനിക്കൽ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറഞ്ഞു. ക്ലിനിക്കൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മൾ അവിടെ പോയി ഡോക്ടറിനെ കണ്ടു. അപ്പോഴത്തേക്കും നമ്മൾ BETA-HCG 48 അവേഴ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നത് ഡബിളും ചെയ്യുന്നുണ്ട്. അവിടെ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ എങ്ങും സാക്ക് കാണാനില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, പ്രഗ്നൻസി എവിടാന്ന് അറിയില്ല, അതുകൊണ്ട് നമുക്ക് അഡ്മിറ്റ് ആക്കി നോക്കാം, എവിടാന്ന് കൺഫേം ചെയ്യണ്ടേ, എക്ടോപിക് വല്ലതും ആണോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വന്നേക്കാം. അപ്പോഴത്തേനും എനിക്ക് വയറുവേദനയൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങി. ഞാൻ പറഞ്ഞു, പ്രശ്നമില്ല, ഞാൻ പൊക്കോളാം, ഞാൻ ഇവിടെ അടുത്ത് തന്നെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ റിക്വസ്റ്റിൽ എന്നെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. 1 വീക്ക് കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റും തന്നു. എന്നിട്ട് റിപ്പീറ്റ് ഇങ്ങനെ BETA-HCG ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എവറി 48 അവേഴ്സ് നമ്മൾ BETA-HCG ചെക്ക് ചെയ്യുമ്പോൾ ഹെൽത്തി പ്രഗ്നൻസി ആയിട്ട് തന്നെ ഡബിൾ ചെയ്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ സാക്ക് യൂട്രസിനകത്ത് തന്നെയുണ്ട്. പക്ഷെ ഹാർട്ട് ബീറ്റ് ആയിട്ടില്ല. എനിക്ക് ഏകദേശം ഒരു 7 വീക്സ് ഒക്കെ ആയി ഹാർട്ട് ബീറ്റ് വരാനായിട്ട്. അങ്ങനെ ഒരു 7 വീക്സ് ഒക്കെ ആയപ്പോൾ ഹാർട്ട് ബീറ്റ് കേട്ടു. വളരെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആണത്. ആ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ടക്ക് 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 ഇങ്ങനെ കേൾപ്പിച്ചു തന്നു. പക്ഷെ ഹസ്ബൻഡ് അത് കേൾക്കാൻ പറ്റിയില്ല. പകരം ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് വോമിറ്റിങ്ങോ അല്ലെങ്കിൽ ഓർക്കാനോ അങ്ങനെ ഒന്നുമില്ല. ഫുഡ് അവേർഷൻസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ട്, ഈ ആദ്യം ഉണ്ടായ അബ്ഡോമിനൽ പെയിൻ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രഗ്നൻസി വളരെ സ്മൂത്ത് ആണ്. പിന്നെ എനിക്കൊരു 4 മാസമൊക്കെ ആയപ്പോഴത്തേന് അത്യാവശ്യം നല്ല വയറായി. ഞാൻ 150 സെന്റിമീറ്റർ ഹൈറ്റ്, പക്ഷെ ഞാനൊരു ബോൾ പോലെ ആയിരുന്നു എല്ലാവരും പറയായിരുന്നു. വീണ്ടും ഷോർട്ട് ആയ പോലെ. കാര്യം വയർ ഇച്ചിരി വലിയ വയറ് പോലെ 4 മന്ത്സ് തൊട്ടേ ഉണ്ട്. പിന്നെ എൻ്റെ ബോഡി ഫുൾ ഒരു ഇച്ചിരി നീര് വെച്ചതുപോലെ പഫി ആയിട്ടുണ്ടായിരുന്നു. കാല് രണ്ടും ഫുള്ള് നീരായിട്ട്. അത് പിന്നെ നമുക്ക് 12 അവേഴ്സ് ഡ്യൂട്ടി, ഈ കോവിഡിന്റെ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് 12 അവേഴ്സ് ഡ്യൂട്ടിയാണ്. നമ്മൾ പിന്നെ ഈ ജംപ് സ്യൂട്ടൊക്കെ ഇട്ടല്ലേ നിൽക്കുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നീരൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് എനിക്ക് അങ്ങനെ ഒരു ഫിസിക്കലി മൂവ് ചെയ്യുന്നതിനോ എടുക്കുന്നതിനോ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ BP ഇല്ല, ഷുഗർ ഇല്ല, അനോമലി സ്കാൻ എല്ലാം നോർമൽ ആയിരുന്നു, ND സ്കാൻ എല്ലാം നോർമൽ ആയിരുന്നു. അതെല്ലാം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഈ കോവിഡിന്റെ പീക്ക് വന്നുകൊണ്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് എല്ലാം മസ്റ്റ് ആയിട്ടും വാക്സിനേഷൻ എടുക്കണം എന്നൊരു റൂള് വന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. കാര്യം നമ്മൾ കാത്തിരുന്നൊരു പ്രഗ്നന്റ് ആയി, ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നമുക്ക് കൺഫേം ആയിട്ട് അറിയില്ല. എല്ലാവരും ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പൊ വാക്സിനേഷൻ എടുക്കാൻ ഞാൻ ഒട്ടും മെന്റലി റെഡി ആയിരുന്നില്ല. അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് സ്കിപ്പായി പോയി. ഫൈനലി നമ്മൾ വാക്സിൻ എടുത്താലേ നമുക്ക് അവിടെ ഹെൽത്ത് കെയർ വർക്കർ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റൂ എന്നൊരു സ്റ്റേജ് വന്നു. അപ്പൊ പിന്നെ നമ്മൾ എന്നാ പിന്നെ റിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പ്രഗ്നൻസി ഒരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് അവർ പറഞ്ഞത്. പ്രഗ്നന്റ് ആകുന്നവർക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. കാരണം കുഞ്ഞിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. കാര്യം നാട്ടിൽ നമുക്ക് കൊടുക്കുന്ന കോവിഷീൽഡ് ഇവിടെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നില്ല, പ്രഗ്നൻസിയിൽ കൊടുക്കുന്നില്ലായിരുന്നു. അപ്പം പലരാണല്ലോ പറയുന്നത്, ഇന്ത്യയിൽ കൊടുക്കുന്ന വാക്സിൻ അവിടെ സേഫാന്ന് പറയുന്നു, ഇവിടെ അവർ സേഫ് അല്ല എന്ന് പറയുന്നു. അപ്പൊ ഈ കൺഫ്യൂഷൻ കൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ എന്റെ പ്രഗ്നൻസി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് സ്റ്റിൽ സ്ട്രഗിൾ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കോവിഡ് പേഷ്യന്റിനെയൊക്കെ റിസീവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജംപ് സ്യൂട്ട് ഒക്കെ ഇട്ടിട്ട് ഈ പ്രഗ്നൻസിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടും അറിയാലോ. പ്രഗ്നൻസി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നും.
അങ്ങനെ ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേന് അമ്മ എത്തി. നമുക്ക് ഹസ്ബൻഡ് അടുത്തുണ്ട്. അത് തികച്ച് ഹാപ്പിനെസ് ആണെങ്കിലും നമുക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റില്ല. ആ സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ ആയി. നമുക്ക് ഫ്ലൈറ്റ് എല്ലാം ക്ലോസ് ചെയ്യും, എയർപോർട്ട് ക്ലോസ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മ എത്തിയത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക്, പ്രത്യേകിച്ച് അമ്മയാണെങ്കിൽ നമുക്ക് ഒത്തിരി സന്തോഷമാവുമല്ലോ. പക്ഷെ അമ്മ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. കാര്യം അവിടെ നിന്ന് കുറെ കൊറോണ ടെസ്റ്റ് ചെയ്തു. ഇവിടെ വന്നിട്ട് കുറെ കൊറോണ ടെസ്റ്റും ക്വാറന്റൈനും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് കുറേ അധികം സ്ട്രഗിൾ ചെയ്തു ആ സമയത്ത്. എന്നിരുന്നാലും അമ്മ അടുത്തെത്തി എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ അധികം ഭക്ഷണം, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ ഉണ്ടാക്കി തന്നു. ഹസ്ബൻഡ് എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. ഇഷ്ടമുള്ളതൊക്കെ കുക്ക് ചെയ്ത് തരുമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ അമ്മമാരുണ്ടാക്കി തരുന്നതിന്റെ ഒരു സ്വാദ് അത് വേറെ തന്നെയല്ലേ. എപ്പോഴും നമുക്ക് ക്ലോസ് അതല്ലേ. നമ്മുടെ നാവിലെ ബെസ്റ്റ് രുചി നമ്മുടെ അമ്മമാരുടെ ഫുഡാണല്ലോ. അങ്ങനെ അമ്മ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ നമുക്ക് ആദ്യത്തെ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വയറ്റുപൊങ്കൽ നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ വയറ്റുപൊങ്കൽ നടത്തി. അപ്പൊ ഇവിടെ എങ്ങനെ നടത്തിയെന്ന് ഉദ്ദേശിക്കുമല്ലേ. ഇവിടെ നമ്മൾ ടെറസിൽ ഒരു ഗ്യാസ് സ്റ്റവ് ഒക്കെ സെറ്റ് ചെയ്ത് മൺകലമൊക്കെ വാങ്ങി നമ്മുടെ നാട്ടിലിടുന്ന കണക്ക് തന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് അത് കറക്റ്റ് ആ ചടങ്ങായിട്ട് മധുരമൊക്കെ തന്ന് അങ്ങനെ അത് പൊങ്കാല പോലെ നടത്തി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ മലയാളീസ് മാത്രമല്ലല്ലോ, കുറെ അധികം ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇവിടെ. അവരെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ബേബി ഷവർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തി. മൊത്തത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇച്ചിങ് വരുന്നത്. ഈ ഇച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസിയിൽ വരുന്ന ഒരു ഇച്ചിങ് അറിയാം അല്ലേ. കൈവെള്ളയുടെയും കാൽവെള്ളയുടെയും ഒക്കെ ഇങ്ങനെ ഇച്ചിങ് വരിക, ഭയങ്കര ചൊറിച്ചിൽ രാത്രിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ LFT ഒക്കെ കൂടിയിട്ട് കോളിസ്റ്റാസിസ് ഇൻ പ്രഗ്നൻസി എന്ന് പറയാം, അങ്ങനെ ഒരു കണ്ടീഷനാണ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഹോൾ ബോഡി ഇച്ചിങ് ആണ്. എന്താ റീസൺ എന്നറിയില്ല, ഹോൾ ബോഡി തല തൊട്ട് കാല് വരെ ചൊറിച്ചില്ല. രാത്രിയാകുമ്പോൾ പ്രത്യേകിച്ചും കൂടുതൽ. പാൻറ് ഇട്ടാ പാൻറിന്റെ ഇലാസ്റ്റിക് വരുന്നിടത്ത് ഭയങ്കര ചൊറിച്ചില്, വരുന്ന ടൈറ്റ് ആവുന്ന സ്ഥലങ്ങളിലൊക്കെ ചൊറിച്ചില്. ഇങ്ങനെ ഇരുന്ന് മാന്തി 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 എൻ്റെ കൈയും കാലും പുറവും ഫുൾ റാഷായി. എനിക്ക് വയറ് ഇത്രയും വലുതായിട്ടുണ്ടെങ്കിലും ഞാൻ ഈ നമ്മുടെ ആന്റി സ്ട്രെച്ച് മാർക്ക് ക്രീം ഉണ്ടല്ലോ, ആ ക്രീമൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വയറിലൊന്നും വേറെ പാടോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ഈ ചൊറിച്ചിൽ എൻ്റെ ദേഹം ഫുള്ള് റാഷായി. ഫുൾ ഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി റാഷായി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ നമുക്ക് LFTയും ബൈൽസോൾട്ടും ഒക്കെ ചെയ്ത് നോക്കി. എല്ലാം നോർമൽ. ഡോക്ടർ ജസ്റ്റ് സിട്രസിൻ തന്നു വിട്ടു. ഈ സിട്രസിൻ കഴിച്ചിട്ടൊന്നും എനിക്ക് ചൊറിച്ചിലിന് ഒരു കുറവുമില്ല. അമ്മ അവസാനം വേപ്പല അരച്ച് അത് പുരട്ടി തന്നു. തൈരിനകത്ത് മഞ്ഞപ്പൊടി കലക്കി അത് തേച്ച് തന്നു. അത് തേക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൊറിച്ചിലിനൊരു ആശ്വാസം കിട്ടും. എപ്പോൾ ഇത് ഡ്രൈ ആവോ വീണ്ടും ചൊറിച്ചില. അങ്ങനെ ഞാനൊരു നൈറ്റ് മാത്രം ഇട്ടിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് അമ്മ ദേഹം മൊത്തം ഇതിങ്ങനെ ഉണങ്ങുമ്പോൾ തേച്ച് തന്നുകൊണ്ടേയിരുന്ന് ഫുൾ സ്ട്രഗിള്. 3rd ഡേ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. വീണ്ടും ഇവർ LFT റിപ്പീറ്റ് ചെയ്തു. എല്ലാം നോർമൽ. അപ്പൊ ഇതിന്റെ LFTയുടെ പ്രശ്നം അല്ല എന്ന് മനസ്സിലായിട്ട് ഇവർ എന്നെ ഡെർമറ്റോളജിക്ക് റെഫർ ചെയ്തു. അങ്ങനെ നമ്മൾ ഡെർമറ്റോളജി ഡോക്ടറെ കാണാൻ പോയി. അവിടെ എത്തിയപ്പോഴാണ് ഈ ഡോക്ടർ എന്നോട് പറയുന്നത്, നമുക്ക് പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ബേബി ബോയ് ആണെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല അതിനെപ്പറ്റി. പിന്നെ ഞാൻ ഇരുന്ന് ഗൂഗിൾ ചെയ്ത് വായിച്ചപ്പോഴാണ്, എല്ലാവർക്കും അല്ല, റെയർലി ചിലർക്ക് ഇങ്ങനെ ഒരു ഇച്ചിങ് ഉണ്ടാവാറുണ്ട്. അത് ഡെലിവറി കഴിയുമ്പോൾ തന്നെ സബ്സൈഡ് ആയി പൊയ്ക്കോളും. പിന്നെ നമ്മുടെ ഈ ഇച്ചിങ് മാറാനായിട്ട് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന സിട്രസിൻ കഴിക്കുക, കലാമിൻ ലോഷൻ തേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രഗ്നൻസിയാണ് നമുക്ക് വേറെ മെഡിക്കേഷൻ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഇത് ഡെർമറ്റോളജി ഡോക്ടറിനെയൊക്കെ കണ്ടതിന് ശേഷം ഇത് എന്റെ ഗൈനി ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് എന്റെ ബുദ്ധിമുട്ടും ബോഡിയിലെ ഫുൾ റാഷും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, നിന്നെ ഇൻഡ്യൂസ് ചെയ്യാം, അഡ്മിറ്റ് ആക്കി ഇൻഡ്യൂസ് ചെയ്ത് ഡെലിവറി ആക്കാം. കാര്യം ഓൾമോസ്റ്റ് 37 ആവുന്നുണ്ടല്ലോ. 37 ആവുമ്പോൾ അഡ്മിറ്റ് ആക്കി നമുക്ക് ഡെലിവറി ആക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്നാ അങ്ങനെ ഡെലിവറി കഴിഞ്ഞാലല്ലേ ഇത് മാറും. അത്രയും സ്ട്രഗ്ലിംഗ് ആയിരുന്നു ഇച്ചിങ്. അങ്ങനെ ഈ പ്ലാനുമായിട്ട് നമ്മൾ പോയി. ഇച്ചിങ്ങിന്റെ സിവിയറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്യൂട്ടിക്ക് ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഈ പേഷ്യന്റ് മുമ്പിലോ വെളിയിൽ നിന്നൊന്നും നമുക്ക് ചൊറിയാൻ പറ്റില്ലല്ലോ. ഈ പാൻറ്റിടുന്ന ഇലാസ്റ്റിക്കിന്റെ ഭാഗം ഫുള്ള് ചൊറിച്ചില്ല. അപ്പൊ ഞാൻ ഈ ചൊറിച്ചിൽ സഹിക്കാതെ ഞാൻ ബാത്റൂമിൽ പോയി പാൻറ്റിന്റെ ഈ ഭാഗമൊക്കെ മാറ്റി ഇങ്ങനെ മാന്തും, വീണ്ടും ഇറങ്ങി വരും, വീണ്ടും ചൊറിച്ചിൽ കൂടുമ്പോൾ വീണ്ടും പോവും. അല്ലാത്തപ്പോഴൊക്കെ കയ്യും കാലും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് കിടക്കും. അത്രയും സിവിയർ ഇച്ചിങ് ആയിരുന്നു. എന്നിട്ട് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് വീട്ടിൽ വന്നു. അന്ന് രാത്രി എനിക്ക് ചൊറിഞ്ഞതേ ഇല്ല. മാജിക് പോലെ അല്ലെങ്കിൽ സ്വിച്ച് ഇട്ട പോലെ എൻ്റെ ചൊറിച്ചിൽ ഫുള്ള് മാറി. റാഷസ് ഉണ്ട്, പക്ഷെ എനിക്ക് ചൊറിയുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഡോക്ടറിനെ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു, എനിക്കിങ്ങനെ ചൊറിച്ചിലില്ല, എന്നാ പിന്നെ ഇൻഡ്യൂസ് ചെയ്ത് നമുക്ക് 2-3 ദിവസം കൂടെ നീക്കി വെച്ചാലോ, കാര്യം ചിലപ്പോൾ അതങ്ങ് മാറിയാലോ എന്നുള്ള രീതി ഞാൻ സംസാരിച്ചപ്പോൾ ഓക്കെ, നിനക്ക് ഇങ്ങനെ ഡിസ്കംഫർട്ട് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നിനക്ക് പ്രഗ്നൻസിയിൽ വേറെ ഹൈ റിസ്ക് ഒന്നും ഇല്ല ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അതോടുകൂടി ചൊറിച്ചിൽ അങ്ങ് മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓണമായി. ഓണം വന്നപ്പോൾ നല്ല അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഓണത്തിന്.
ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് 19 പേരുണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ ഒരുമിച്ച് കുക്ക് ചെയ്ത് എല്ലാരും തറയിൽ ഇതൊക്കെ ഇട്ട് നമ്മൾ തറയിലിരുന്ന് നിലത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. സത്യം പറഞ്ഞാൽ ഈ കുടവേറും കൊണ്ട് നിലത്തിരുന്ന് കഴിക്കാൻ ഇച്ചിരി പാടാണെങ്കിലും സദ്യ എപ്പോഴും നമ്മൾ നിലത്തിരുന്ന് കഴിക്കുമ്പോഴാണല്ലോ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുക. അങ്ങനെ അത് കഴിച്ചു. പിറ്റേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഓണമൊക്കെ കഴിഞ്ഞ് നല്ല ആക്റ്റീവായിട്ട് ഓടിയൊക്കെ നടന്നതല്ലേ. അപ്പൊ അന്ന് രാത്രിയായപ്പോ എനിക്ക് മൊത്തത്തിലൊരു ക്ഷീണം, വയറിന് എന്തോ ഒരു അസ്വസ്ഥത പോലെയൊക്കെ ഉണ്ട്. കിടന്നിട്ട് എനിക്ക് ഉറക്കം ശരിയാവുന്നില്ല. അങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഫുള്ളി ഞാനൊരു ടയേർഡ് ആയ പോലെ. അപ്പൊ അന്ന് കുറച്ച് എൻജോയ് ചെയ്ത് ഓടി നടന്നതിന്റെ ആയിരിക്കും എന്ന് വിചാരിച്ച് അത് വിട്ടു. പിറ്റേ ദിവസം നമ്മൾ ഫ്രണ്ടിന്റെ വീട്ടിൽ ഓണം സെലിബ്രേഷന് പോയി. അവിടെയും പോയി ഇതുപോലെ നിലത്തൊക്കെ ഇരുന്ന് നല്ല ആസ്വദിച്ച് എല്ലാ കൂട്ടം പായസവും കൂട്ടി നന്നായിട്ട് സദ്യ കഴിച്ചു. എന്റെ മോൻ വയറ്റിൽ കിടക്കുന്ന ഓണമാണല്ലോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു അടിച്ചു പൊളിച്ച്. പക്ഷെ അവിടെ പിന്നെ കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ തലേന്ന് ഉറങ്ങിയതും ഇല്ല. അന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വയറിന് ബ്രാക്സ്റ്റൺ ഹിക്സ് അല്ല, എനിക്കൊരു പെയിൻ പോലെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരത്തെ പോരുന്നു. എന്നിട്ട് അന്ന് ഫുള്ള് ഞാൻ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തു. കാര്യം പിറ്റേ ദിവസം എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അന്ന് ഉറക്കമൊന്നും ശരിയായില്ല. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഡ്യൂട്ടിക്ക് ചെല്ലാണ്. ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ എന്റെ മാനേജറൊക്കെ ചോദിച്ചു എന്ത് പറ്റി മുഖം വല്ലാണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ പെയിൻ പോലെ ഉണ്ട്, അതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞു എങ്കിൽ നാളെ നിനക്ക് ഓഫ് തന്നേക്കാം, നീ റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഡ്യൂട്ടിയിൽ കയറി കുറച്ച് കഴിയും തോറും നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. അപ്പൊ നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഒന്നിനും സമയമില്ല. അപ്പൊ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ വിട്ടൊരു വേദന പോലെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കൂടെയുള്ള ചേച്ചിമാരോടൊക്കെ പറഞ്ഞു, ചേച്ചി എനിക്ക് ചെറിയ പെയിൻ പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഓർത്തു ഞാൻ പ്രൈമി അല്ലേ, ആദ്യത്തെ അല്ലേ, അപ്പൊ എന്തായാലും സമയം എടുക്കും. പിന്നെ എന്റെ പെയിൻ ടോളറൻസും ഒന്നും അത്ര കാണില്ലല്ലോ, ആദ്യത്തെ അല്ലേ, എന്തായാലും വേദന വരുമ്പോ ഞാൻ ഒന്ന് കരയുമല്ലോ. ഞാൻ അങ്ങനെ കരയുന്നൊന്നുമില്ല, ഞാൻ ഉഷാറായിട്ട് ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ 12 അവർ ഡ്യൂട്ടിയാണ്. പോയി പിന്നെ ഇടയ്ക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നു. അപ്പൊ ഡ്യൂട്ടിയൊക്കെ തീരാറായപ്പോഴത്തേന് ഞാനിങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തിൽ ഈ പെയിൻ വരുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ആ പെയിൻ എന്നെ ആക്ടിവിറ്റീനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നു. അപ്പൊ ഞാൻ കുറച്ചു നേരം നിന്ന് ബ്രീത്ത് ചെയ്ത് പെയിൻ മാറുമ്പോൾ നടക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ലേബർ പെയിനാ. കാരണം അതിന്റെ വരുന്ന ഇന്റൻസിറ്റിയും ഫ്രീക്വൻസിയും കൂടി വരുന്നുണ്ട്. അപ്പൊ ചേച്ചിമാരൊക്കെ പറഞ്ഞു ഇത്രയും വേദനയാവുന്നെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, CTG ഒക്കെ ഇട്ട് നോക്കാം, ഡോക്ടറെ കൊണ്ട് വി ഒക്കെ ചെയ്യിക്കാം. അപ്പൊ നമ്മൾ വേണ്ട 12 അവേഴ്സ് നമ്മൾ നിന്ന് വിയർത്ത് മുഷിഞ്ഞിരിക്കുകയല്ലേ, ഞാൻ വീട്ടിൽ പോയിരുന്നു ഫ്രഷ് ആയിട്ട് വന്ന് ചെക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരുന്നു. വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ പോയി ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, ഡെലിവറി പെയിൻ ആണോ എന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ പോയി ചെക്ക് ചെയ്ത് അപ്പോൾ ഓൾമോസ്റ്റ് 3 cm ഉണ്ട്, മെമ്പറൈൻ ബൾജിങ് ആണ്, സെർവിക്സ് മിഡ് പൊസിഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു. എന്നിരുന്നാലും പ്രൈമി അല്ലേ, നമുക്ക് സമയം എടുക്കുമല്ലോ ചിലപ്പോ. അങ്ങനെ നമ്മൾ വീട്ടിൽ പോരുന്നു. പിറ്റേ ദിവസം എനിക്ക് ഓഫും തന്നല്ലോ. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അമ്മ നല്ല ഇലയുടെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. അതൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നതുകൊണ്ട് അമ്മയും പറഞ്ഞു പോയി കിടന്നോ, എന്നാ പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടക്കാൻ വന്നു. അപ്പൊ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്റ്റാർ മാജിക്കാ. ഞാൻ എന്ത് മൂഡ് ഓഫിൽ ഇരുന്നാലും എനിക്ക് സ്റ്റാർ മാജിക് കണ്ടാൽ ഭയങ്കര ഹാപ്പിനെസ് ആണ്. അങ്ങനെ ഞാൻ ഈ സ്റ്റാർ മാജിക് ഓണാക്കി വെച്ച് കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു കിടന്നുറങ്ങിക്കും, മേ ബി ചിലപ്പോൾ രാത്രി ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. എന്നിട്ട് കുറച്ചു നേരം ആയപ്പോഴത്തേന് ഈ സ്റ്റാർ മാജിക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് വേദനയുടെ ഇന്റൻസിറ്റി കൂടി വരിക. അങ്ങനെ ഞാനത് ഓഫാക്കി വെച്ചിട്ട് പിന്നെ റൂമിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. കുറേ നേരം നടക്കുന്നുണ്ട്. അപ്പൊ ഹസ്ബൻഡ് എണീറ്റിരിക്കുക, ഹസ്ബൻഡ് ഉറങ്ങുന്നില്ല, കാര്യം എനിക്ക് പെയിൻ ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. പിന്നെ ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻ എത്ര ഇന്റൻസിറ്റിയിൽ എത്ര സമയം വരുന്നു എന്ന് നോക്കാൻ. അങ്ങനെ ഒരു 10 മിനിറ്റിൽ 4 തവണയൊക്കെ പെയിൻ വരാൻ തുടങ്ങി. അതൊരു 40 to 45 സെക്കൻഡ്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നു. അപ്പത്തേന് ഹസ്ബൻഡ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഇനി നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, നേരത്തെ പോയാലും നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിലാണല്ലോ നമ്മള്, ചെന്നാലും അവർ നോക്കിയിട്ട് 2 hours അവിടെ കിടത്തും. എന്നിട്ട് വീണ്ടും റിയസസ് ചെയ്യും. അങ്ങനെ ബെഡിൽ കിടക്കുന്നതെന്നും കംഫർട്ടബിൾ എനിക്ക് വീട്ടിൽ ഇങ്ങനെ നടക്കുന്നതാന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും നടന്നു. എന്നിട്ട് പോയി നല്ല ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുളിച്ചു. ശരിക്കും നിങ്ങൾ ലേബർ പെയിൻ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ഈ ചൂടുവെള്ളം നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ കുളിച്ച് നോക്കും. നല്ല റിലാക്സേഷൻ ആണ് നമുക്ക്. നല്ല പോലെ നമ്മുടെ ബോഡി റിലാക്സ് ആവും. അങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചു. അത് കഴിഞ്ഞ് കുറെ പ്രാവശ്യം ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയി. എൻ്റെ വയറ്റിൽ ഒന്നുമില്ല, എനിമ തന്നതുപോലെ ഫുൾ ക്ലിയർ ആയി. പിന്നെ കുറെ കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് പെയിൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല പെയിൻ ആയിന്ന്. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു എന്നാ അമ്മ ഒരു കാപ്പിയും കൂടി ഇട്ട്, എൻ്റെ വയറ്റിൽ ഒന്നുമില്ല, ഞാനൊരു കാപ്പി കുടിച്ചിട്ട് പോവാന്ന്. അങ്ങനെ അമ്മ പാവം പോയി ഒരു കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്നു. ഈ കാപ്പി ഞാൻ ഒരു സിപ്പ് കുടിച്ചു. എന്നിട്ട് എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല ഈ പെയിൻ കാരണം. പിന്നെ ഞാൻ അത് അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ശരി, ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കാറിലൊക്കെ കയറി. തൊട്ടടുത്ത ഹോസ്പിറ്റല്, എന്നാലും ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ബേബിയുടെ ബാഗ് ഒന്നും എടുക്കണ്ട, വല്ല സെയിം 3 cm വല്ലതും ആണെങ്കിൽ അവരെന്നെ കളിയാക്കും, അതുകൊണ്ട് ഇപ്പോഴേ എടുക്കണ്ട, ഞാൻ പ്രോഗ്രസ് ആവുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞ് ബാഗൊക്കെ കാറിൽ വെച്ചിട്ട് ഞങ്ങൾ പോയി ചെന്നു. അപ്പൊ ചേച്ചിമാരൊക്കെ പറഞ്ഞു ഇന്ന് തിരക്കല്ലായിരുന്നു, മേ ബി അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊണ്ട് കിടത്തി നോക്കിയപ്പോഴത്തേനും ഞാൻ 5 cm ആയി.
നല്ല പെയിൻ ഉണ്ട്, 5 സ്ട്രോങ് കൺട്രാക്ഷൻസ് വരുന്നുണ്ട് 10 മിനിറ്റിൽ. അങ്ങനെ ഇവർ പെട്ടെന്ന് എമർജൻസിയിലെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി എന്നെ വേഗം ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എപ്പിഡ്യൂറൽ വേണം. അപ്പം ഈ എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത് ശരിക്കും കുറേ പേർക്കൊക്കെ എടുക്കാൻ ഭയങ്കര വിഷമമാണ്. അല്ലെങ്കിൽ ഈ അമ്മമാരൊക്കെ പറയാറുണ്ട് എപ്പിഡ്യൂറൽ ഒന്നും എടുക്കണ്ട, ഭയങ്കര നടുവേദനയായിരിക്കും എന്ന്. അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഈ വേദന സഹിച്ച്, എനിക്ക് വേദന അറിഞ്ഞ് പ്രസവിക്കണമെന്നും പറഞ്ഞ് വേദന സഹിച്ച് കഷ്ടപ്പെട്ട് പ്രസവിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. എപ്പിഡ്യൂറൽ എടുത്ത് ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ഡെലിവറി ആവുന്നവരെയും കണ്ടിട്ടുണ്ട്. പിന്നെ എപ്പിഡ്യൂറൽ എടുക്കുന്ന 1000-ൽ 1-2 പേർക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. ബാക്ക് പെയിന്, ഹെഡ് ഏക്ക്, നെക്ക് പെയിന്, നെക്ക് സ്റ്റിഫ്നെസ്, അങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. അത് നോർമൽ ഡെലിവറിക്കും ഉണ്ട്. നോർമൽ ഡെലിവറി കഴിഞ്ഞ് എന്തോരം ആൾക്കാർക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നുണ്ടല്ലേ. അപ്പൊ എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ട്. എപ്പിഡ്യൂറൽ എടുത്താൽ നമുക്ക് കുറച്ചും കൂടെ റിലാക്സ് ആയിട്ട് ഡെലിവറി, ഇത്രയും നമ്മൾ സ്ട്രെയിൻ ചെയ്ത് പെയിൻ ഫീൽ ചെയ്ത് ഡെലിവറി ആവണം എന്ന് ആഗ്രഹമുള്ളവർക്കാവാം. അല്ലാതെ റിലാക്സ് ചെയ്ത് ഞാൻ ഡെലിവറി കഴിയുമ്പോൾ ഞാൻ ഇത്രയും ക്ഷീണിച്ച് ടയേർഡ് ആവാതെ എൻ്റെ കുഞ്ഞിനെ നോക്കാനുള്ള ഒരു ആരോഗ്യം കാണുമല്ലോ, അങ്ങനെ ചിന്തിച്ച് എപ്പിഡ്യൂറൽ എടുക്കുന്നവർക്കും എടുക്കാം. ഞാനും എപ്പിഡ്യൂറൽ എടുക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് പോയത്. എനിക്ക് എപ്പിഡ്യൂറൽ വേണം എന്ന് ഞാൻ ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ലേബർ റൂമിൽ ചെന്നു. അവിടെ നിന്ന് ഞാൻ വാഷ്റൂമിൽ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വാഷ്റൂമിലോട്ട് കയറിയതും എൻ്റെ വെള്ളം പൊട്ടി അങ്ങ് പോയി. അപ്പോഴത്തേനും എനിക്ക് വേദന വീണ്ടും കൂടി. വേദന സഹിക്കാൻ വയ്യ, ശരിക്കും എനിക്ക് നടക്കാൻ പോലും വയ്യ. അപ്പൊ എന്നെ ഇവരൊക്കെ കളിയാക്കുന്നുണ്ട്, പൈസയല്ല ആയോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ തിരിച്ചു വന്ന് ബെഡിൽ കിടന്നു. ബെഡിൽ കിടന്നപ്പോഴത്തേന് നമുക്ക് വെള്ളം പൊട്ടിപ്പോയല്ലോ, അപ്പൊ എന്നാ വി ചെയ്തിട്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പത്തേന് എപ്പിഡ്യൂറൽ തരാൻ അനസ്തീഷ്യ ഡോക്ടർ എത്തി. ഡോക്ടറോട് ഒന്ന് വെയിറ്റ് ചെയ്യും, നമ്മളൊന്ന് വി ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വി ചെയ്ത് നോക്കിയപ്പോൾ 8 to 9 cm ആയി ഞാൻ. അങ്ങനെ ഡോക്ടറോട് പറഞ്ഞു ഇനി നമുക്ക് എന്തായാലും എപ്പിഡ്യൂറൽ തരാൻ പറ്റില്ലല്ലോ, ഡോക്ടർ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഹസ്ബൻഡിനെ പെട്ടെന്ന് വിളിച്ചു ഓടി വായോ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡും വന്നു. ഹസ്ബൻഡും എൻ്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും ഡെലിവറിയിൽ നമുക്ക് ഹസ്ബൻഡിനെ കൂടെ നിർത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ, ഹസ്ബൻഡിന് ധൈര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഹസ്ബൻഡ് ബോധം കെട്ട് വീഴത്തില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും അവരെ നമ്മുടെ കൂടെ നിർത്തണം. നമുക്ക് അതൊരു സപ്പോർട്ടാണ്, അവർക്കും അതൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. നമ്മൾ എങ്ങനെയാണ് ഈ പെയിനിലൂടെ ഗോ ത്രൂ ചെയ്യുന്നത്, എങ്ങനെയാണ് ബേബി വരുന്നത് എന്നൊക്കെ കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളവര് തീർച്ചയായിട്ടും ഡെലിവറി ടൈമിൽ എന്ത് ചെയ്യുക, ഹസ്ബൻഡിനെ കൂടെ നിർത്തുക. അങ്ങനെ ദൈവാനുഗ്രഹത്താൽ സ്മൂത്ത് ആയിട്ട് ഡെലിവറി ആയി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ നമ്മളും കുഞ്ഞിനെ നമ്മുടെ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ മാത്രമേ നിർത്തൂ, നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സ് ആരും കാണില്ല. അങ്ങനെ പിന്നെ കുഞ്ഞും ഞാനുമായിട്ട് വാർഡിലോട്ട് മാറ്റി. അവിടെ നിന്ന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അവിടെ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തി. ഇതാണ് അപ്പൊ എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണിയും ഡെലിവറി സ്റ്റോറിയും. ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഫാമിലി പ്ലാനിങ്. എപ്പോഴും അച്ഛനും അമ്മയും മെന്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർഡ് ആയിട്ട് വേണം നമ്മളൊരു ബേബിയെ, അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രഗ്നൻസിയെ കുറിച്ച് അല്ലെങ്കിൽ കൺസീവ് ആകുന്നതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട്. ഇനി രണ്ടാമത്തെ കാര്യം, അൺനെസസറി ആയിട്ട് കുഞ്ഞായില്ലേ, ഇത്ര വർഷമായില്ലേ, ആർക്കാ കുഴപ്പം, നിങ്ങൾ ആ ഡോക്ടറെ കാണൂ ഈ ഡോക്ടറെ കാണൂ എന്ന് പറഞ്ഞുള്ള ഉപദേശങ്ങൾ അവസാനിപ്പിക്കുക. മറ്റുള്ളവർക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ ചോദിക്കുന്ന സെൻസിൽ തന്നെ ആയിരിക്കില്ല അവർക്ക് എടുക്കുന്ന കാര്യം. കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. എന്നാൽ കുഞ്ഞെ എനിക്ക് വേണ്ട, ഞാൻ പ്രഗ്നന്റ് ആകുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പൊ അതിനകത്തോട്ട് പോയി തലയിടാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായാൽ അതിന്റെ പുറകെ ഒരു നല്ല കാര്യം വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ മുൻപോട്ട് പോവുക. ഇനി നാലാമത്തെ കാര്യം, ഈ പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്നത് അമ്മ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ നമ്മുടെ ഹസ്ബൻഡ് ആയാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അവരെ ആ പ്രഗ്നൻസി എൻജോയ് ചെയ്യാനായിട്ട് അനുവദിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.